ഓ ഇത് കണ്ടോ കൂട്ടുകാരെ, ഹലോ, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഓൾ ദ ബെസ്റ്റ്, വെരി ബെസ്റ്റ്. എല്ലാവർക്കും നന്മകൾ മാത്രം പറ്റുന്ന ഹെൽത്തി ആൻഡ് ജോയ്ഫുൾ ഹാപ്പിനെസ് ലൈഫ് ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ നല്ലൊരു വർഷമായി തീരട്ടെ 2026. അപ്പോൾ ഞാനിന്ന് ജോലി കഴിഞ്ഞ് പോവുകയാണ്. ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇന്നത്തെ കൂട്ടും തണുപ്പ് കയ്യില്ല കേട്ടോ. ഓ മരച്ച് കേട്ടോ, ഈ മരച്ച് എൻ്റെ അത്രയ്ക്കും തണുപ്പാണ്. ഞാനാണെ ഗ്ലൗസ് എടുക്കാനും മറന്നുപോയേ. അപ്പം അങ്ങനെ മറക്കരുത്. ഞാൻ ബാഗിലിട്ടതായിരുന്നു, എങ്ങനെയോ മാറി വേറൊരു ബാഗിലായി പോകും എന്തോ ചെയ്തു. സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. നമ്മുടെ കൈയൊക്കെ ഫ്രോസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ക്ലോട്ടായി മാറും. അത്രയ്ക്കും തണുപ്പാണ് ഇന്ന്. ഈ ക്രിസ്മസ് കഴിഞ്ഞ പിന്നെ ഭയങ്കര തണുപ്പ്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഈ ഒരു വർഷം നമുക്ക് തന്ന എല്ലാ നന്മകൾക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്തോഷം, സംതൃപ്തിയും സമ്പൽ സമൃദ്ധിയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് യാത്ര ചെയ്യാം. അപ്പം ഞാൻ വീട്ടിലോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ്. തണുപ്പ് കാരണം നമുക്ക് അങ്ങോട്ട് മടിയാണ് വണ്ടി എടുക്കാൻ തന്നെ. ആ മാതിരി തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തണുപ്പൊന്നും അല്ലല്ലോ. നാട്ടിലൊക്കെ തണുപ്പ് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ തണുപ്പ് ഈ കരികിലിട്ട് തീ കൂട്ടി തരുമായിരുന്നു ചാച്ചനൊക്കെ ചെറുപ്പത്തിൽ. രാവിലെ എണീക്കുമ്പോൾ ഒരു കൊച്ചു വെളുപ്പം കാലത്ത് ഒരു ദിവസം സ്കൂളിൽ പോകാനൊക്കെ ആകുമ്പോൾ അല്ല ഈ അവധിയിലൊക്കെ ഇരിക്കത്തില്ല, അവധി ദിവസം ശനി ഞായറൊക്കെ. അപ്പോൾ ഇങ്ങനെ കരികിലിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് തീ കഴിയിരുന്നു. അതൊക്കെ രസമുള്ളൊരു കാലമായിരുന്നേ. അതൊന്നും പറ്റത്തില്ലല്ലോ ഇനി നാട്ടിലെത്തി പെട്ട് കഴിയുമ്പോൾ നമ്മൾ ജീവിതവും കുട്ടികളും കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ ആയിട്ട് ഓട്ടത്തോടോട്ടം. അപ്പോൾ എല്ലാം നല്ലതിന് തന്നെയെന്ന് ഓർത്ത് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.